ഹേ ഗായ്സ്, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഹോസ്പിറ്റൽ പോക്കാണ്. 2 days ആയിട്ട് എനിക്ക് നല്ലോണം വയ്യ. ഡെലിവറി പെയിൻ ആണോ കോൺട്രാക്ഷൻ ആണോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ഹോസ്പിറ്റലിൽ പോയി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവാണ്. അമലടൻ ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തി. ഞാനും അമ്മയും ആകും കൂടിയിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിലോട്ട് പോയപ്പോൾ നേരെ അവരെന്നെ ലേബർ റൂമിലാണ് കേട്ടോ കയറ്റിയത്. കോൺട്രാക്ഷൻ ആണോ ഡെലിവറി പെയിൻ ആണോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലേബർ റൂമിലാണ് ഈ സമയത്ത്. ഞാനാണെങ്കിൽ അമലേട്ടനെ കണ്ടിട്ടില്ല കേട്ടോ അത്ര നേരം. അങ്ങനെ അവർ PV ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 1 centimeter ഡയലേഷൻ ആയിട്ടുണ്ടായിരുന്നു. അറബിക്സ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അവർ അഡ്മിറ്റ് ആക്കി. അങ്ങനെ ഞാൻ കുറേ നേരം ലേബർ റൂമിൽ കിടന്നു. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അഡ്മിറ്റ് ആക്കുന്നത്. പിന്നെ ഞാൻ കുറേ നേരം ലേബർ റൂമിൽ കിടന്ന് ബോറടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനെ ഞാൻ കണ്ടിട്ടില്ല രാവിലെ തൊട്ടിട്ട്, ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ അമലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഞാൻ അമലേട്ടൻ്റെ അടുത്ത് പറയാം കേട്ടോ. എനിക്ക് ഒട്ടും വയ്യാണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വന്നാണ്. അഡ്മിറ്റ് ആക്കുന്നത് വിചാരിച്ചില്ല. പിന്നെ കോൺട്രാക്ഷൻ നടന്നിട്ടുണ്ടെന്നും 1 centimeter ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ വിചാരിച്ചില്ല ഇതാണോ പെയിൻ എന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് വേറെ പ്രത്യേക തരത്തിലുള്ളൊരു പെയിനൊക്കെ ആയിരുന്നു കേട്ടോ. അമലേട്ടൻ പറഞ്ഞത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഡെലിവറി പെയിൻ ആയിരിക്കുന്നത്, നീ എന്താ പെട്ടിയൊന്നും പാക്ക് ചെയ്തത് കൊണ്ടുവരാഞ്ഞെന്ന് പറഞ്ഞിട്ട് ചുമ്മാ കാരണം അടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അമലേട്ടനെ കണ്ട് അങ്ങനെ കുറേ നേരം സംസാരിച്ചപ്പോൾ തന്നെ മൈൻഡ് കുറച്ച് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവർ ലേബർ റൂമിലോട്ട് തിരിച്ചു വിളിച്ചു. അപ്പം അങ്ങനെ ഞാൻ വീണ്ടും ലേബർ റൂമിലോട്ട് പോവാണ്. അവിടെ അമ്മയ്ക്ക് അലൗഡാണ്. ഫുഡ് കഴിക്കുന്ന സമയത്ത് അങ്ങനെ കുറച്ച് നേരമൊക്കെ അമ്മയ്ക്ക് വന്നിരിക്കാൻ പറ്റും. ഹസ്ബൻഡിന് അലൗഡ് അല്ല ലേബർ റൂമിൽ കേട്ടോ അവിടെ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് PV ചെയ്ത് നോക്കി 1 centimeter തന്നെയാണ് ഡയലേഷൻ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നെ റൂമിലോട്ട് വിട്ടു കേട്ടോ. എങ്ങനെയുണ്ട്? ഈ ടൈമിലൊക്കെ എനിക്ക് ചെറിയ നടുവേദനയും വയറുവേദനയൊക്കെ ഇടവിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിനെയാണ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഇടയ്ക്ക് കൂടും ഇടയ്ക്ക് കുറയും അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അഡ്മിറ്റ് ആവുന്നുള്ള പ്രതീക്ഷയിലല്ല വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലഗേജും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഓൾറെഡി ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അനിയൻ പോയിട്ട് അതെല്ലാം എടുത്തിട്ട് വന്നു. അതിൻ്റെ ഒരു സൈഡ് നിൽക്കാനൊരു അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ എത്തിയ ശേഷം ഞാൻ പോയി ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ കിടന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം മൂവിയൊക്കെ കണ്ട് കിടക്കാന്നുള്ള മൈൻഡായിരുന്നു. പക്ഷേ ഒട്ടും ഒരു മൈൻഡ് ഒന്നും ഓക്കെ അല്ലായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. TV ഒക്കെ ഓഫാക്കിയിട്ട് ഞാൻ കിടക്കാൻ നോക്കുകയാണ്. എനിക്ക് അത്യാവശ്യം നല്ല പെയിൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് കിടന്ന് ഉറങ്ങാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഏകദേശം രാത്രി 2 മണി 3 മണീൻ്റെ അടുത്തായിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്ക് നല്ല പെയിന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ പെയിന് വന്നപ്പോൾ തന്നെ അവർ നേരെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോവാണ്. അമലത്തിന് ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങാൻ പോകുന്നില്ല ഗൈസ്. വേദന വന്ന് ലേബർ റൂമിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അടുത്ത് തന്നെ പ്രസവം കാണുന്നു. പക്ഷേ ലേബർ റൂമിൽ പോയ ശേഷം പിന്നെ എനിക്ക് ആ പെയിൻ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ രാവിലെ അവരോട് ചോദിച്ചപ്പോൾ അവർ നേരെ റൂമിലോട്ട് പൊക്കോളാൻ പറഞ്ഞു കേട്ടോ.
എന്നിട്ട് എനിക്ക് ചെറിയ ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെയും ലേബർ റൂമിലോട്ട് പോകണ്ടാലോ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ കിടക്കുകയാണ്. പക്ഷേ വിചാരിച്ച പോലെയൊന്നും നടന്നില്ല. പിന്നെ എനിക്ക് ചെറിയൊരു വേദന വന്നതുകൊണ്ടും പിന്നെ ലേബർ റൂമിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പറഞ്ഞതുകൊണ്ടും ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ അമലേട്ടൻ എനിക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇതാണ് ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ, അസീസിയ ഹോസ്പിറ്റലാണ് കേട്ടോ നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റൽ. രാവിലെ അവർക്ക് പെയിൻ ഉണ്ട്, പിന്നെ കുറച്ച് ബാത്റൂം പോയിട്ട് ഇഷ്യൂസ് ഉണ്ട്. എല്ലാം എന്താണെന്ന് അറിയില്ല, കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് കേസ്. അങ്ങനെ ഫുഡ് വാങ്ങിച്ച ശേഷം അമ്മടുത്ത് ഫുഡ് കൊടുത്തു വിടുകയാണ്. അമ്മയ്ക്ക് മാത്രമാണ് ലേബർ റൂമിലോട്ട് കയറാൻ പറ്റുള്ളൂ, ഹസ്ബൻഡ് അലൗഡ് അല്ല കേട്ടോ. ഈ സമയത്തൊക്കെ ലേബർ റൂമിനുള്ളിൽ എനിക്ക് പി വി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് വന്ന് പി വി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് 1 സെൻറ്റിമീറ്റർ തന്നെയാണ് ഡയലേഷൻ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെയും റൂമിലോട്ട് പോയി. അങ്ങനെ റൂമിൽ കയറി ഫ്രഷൊക്കെ ആയ ശേഷം പിന്നെയും ലേബർ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ പി വി ആയിരുന്നു ഗൈസ്. പി വി ചെയ്ത് ഉപ്പാട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് 37 വീക്കാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇനിയും ഡെലിവറിക്ക് 20-22 ദിവസം ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നോർമലി പെയിന് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ പെയിന് വരേണ്ട ഒരു ഇഞ്ചക്ഷനും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പെയിൻ അത്രത്തോളം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 1.5 അല്ലെങ്കിൽ 8 ആ ഒരു രീതിയിലാണ് കോൺട്രാക്ഷൻ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ റൂമിലോട്ട് പോയിട്ടോ. അങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ദുരന്തർ ഫസ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫുൾ എത്ര ഡയലേഷൻ ആയി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം പി വി ചെയ്തത് കൊണ്ട് ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മെയിൻ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ലേബർ റൂമിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ മേഡം വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഏകദേശം 2 ദിവസമായി ഇങ്ങനെ തന്നെ പോകുന്നു, അപ്പോൾ നമുക്ക് പെയിനുള്ള ഇഞ്ചക്ഷൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ പെയിനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പോൾ തന്നെ എനിക്ക് ചെറിയ വേദനകളൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അമലേട്ടൻ്റെ അടുത്തും അമ്മടുത്തും എനിക്ക് നല്ല വേദനയുണ്ട്, എപ്പിഡൂറിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നല്ല വേദന വന്നു, എനിക്ക് ഒട്ടും ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും ലേബർ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു കേസ്, എന്താണെന്നറിയില്ല. ഞാൻ തിരിഞ്ഞു നോക്കി അമലേട്ടൻ നോക്കി കരഞ്ഞ് വിഷമിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ലേബർ സ്യൂട്ടാണ് ഞാൻ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ അമലേട്ടൻ ഉണ്ടാവുമല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ അമ്മയും അമലേട്ടനൊക്കെ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു മൈൻഡായിരുന്നു എനിക്ക്. ആരുമില്ല, വെയിറ്റിംഗ് ആണ്, പുറത്താണ്, എന്തൊന്നറിയില്ല, നോക്കട്ടെ ഗൈസ്. ഇപ്പോൾ സമയം 1 മണിയായി. അവർക്ക് നല്ല പെയിൻ ഉണ്ട്, നേഴ്സ് വന്ന് പറഞ്ഞു. അറിയില്ല നടക്കുമെന്നറിയില്ല. 4-5 ദിവസം ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എന്താണെന്നറിയില്ല. അന്ന് പെയിൻ ഇഞ്ചക്ഷൻ വെച്ച ശേഷം ഞാൻ കുറച്ച് നേരം ഉറങ്ങി, ഒരു 2:30-3 മണി വരെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. 3 മണിക്ക് വാട്ടർ ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എണീറ്റത് കേട്ടോ. ഒരു 3 സെൻറ്റിമീറ്ററൊക്കെ ഡയലേഷൻ ആയ ശേഷം മാത്രമേ ലേബർ സ്യൂട്ടിൽ കയറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ 3 മണിയായി. അവർക്കിപ്പോൾ നല്ല പെയിൻ ഉണ്ട്, വാട്ടർ ബ്രേക്ക് ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ വരും, ടെൻഷനുണ്ട്. വാട്ടർ ബ്രേക്ക് ആയ ശേഷം എനിക്ക് നല്ല പെയിന് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ അമ്മനെ ലേബർ റൂമിൻ്റെ അകത്തോട്ട് കയറ്റി ലാസ്റ്റ് അവർ പറഞ്ഞു നമുക്ക് ലേബർ സ്യൂട്ടിലോട്ട് പോകാമെന്ന്. എനിക്ക് നല്ല രീതിയിൽ പെയിന് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്നെ കിടത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ. ബൈ ഗൈസ്.